സ്റ്റുഡൻസ്, നമ്മളിത് പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ടുവേർഡ്സ് എ 100-fold yield എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 3rd പാർട്ടാണ്. നോക്കാം. ഓക്കെ, നമുക്ക് ഗ്രാഫ്റ്റിംഗ് എന്താന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 2 വെറൈറ്റീസ് ഓഫ് മാംഗോ നോക്കാം. അതായത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മാവ് ഇപ്പം ഏതൊക്കെയാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മൂവാണ്ടൻ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. കിളിച്ചുണ്ടൻ, അങ്ങനെ. അപ്പം അങ്ങനത്തെ മാങ്ങ ഉണ്ട്. അല്ലാതെ നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര ഓറഞ്ച് കളറൊക്കെ ആയിട്ട് കാണുന്ന മാങ്ങ ഉണ്ട്. ഇപ്പം അതിന് എക്സാമ്പിൾ പറയുന്നത് നീലം മാങ്ങ. അത് മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മാങ്ങയാണ്. അത് ഇപ്പം നമ്മുടെ നാട്ടിൽ അത് വളരാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. നമ്മൾ അതിൻ്റെ സീഡ് കൊണ്ടിട്ടാലും അത് വളരത്തൊന്നുമില്ല. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ഇപ്പം ഇൻഡിജിനസ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ കിളിച്ചുണ്ട മാങ്ങ, അങ്ങനത്തെ മാങ്ങ, അതിൻ്റെ പ്രത്യേകത എന്തുവാ? അതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സ്മോൾ, ഭയങ്കര ചെറുതായിരിക്കും അല്ലേ. നമുക്ക് കിട്ടുന്ന മാങ്ങ ഒന്നുകിൽ കുഞ്ഞതായിരിക്കും, ചിലപ്പോൾ മധുരമാകാം, ചിലപ്പോൾ പുളിയാകാം, നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇത് നമ്മുടെ നാട്ടിൽ വളരുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നോക്കിയാൽ മതി. വലുതായി കഴിഞ്ഞാൽ നമ്മൾ നോക്കൊന്നും വേണ്ട, സീസൺ ആവുമ്പോൾ പിടിച്ചോ. അതെ, സ്പെഷ്യൽ കെയർ ഒന്നും തന്നെ കൊടുക്കണ്ട. പക്ഷേ ഈ നീലം മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന മാങ്ങ ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര സൈസിൽ മാങ്ങ കിട്ടും. അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. നമുക്കത് അറിയാം. ഓക്കെ, അതുകൊണ്ട് അത് കിളുത്ത് കിട്ടിയാൽ അത് ഭയങ്കര മധുരമായിരിക്കും. അത് നമുക്ക് പുളിയായിരിക്കണോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓഫ് കോഴ്സ് അത് മധുരമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത് വളരത്തുമില്ല. നമ്മളത് കുഴിച്ചിട്ടാലും അത് വളരാൻ പോകുന്നില്ല. ഓക്കെ, അതിന് സ്പെഷ്യൽ കെയറും ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഈ നീലം മാങ്ങ വേണം, നമ്മുടെ വീട്ടിൽ ഈ മാങ്ങ വളരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെയറിങ് ചെയ്യാൻ പറ്റത്തില്ല, മാവിൽ ലെയറിങ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഇമ്പോസിബിൾ ആണ്. പിന്നെ ഈ സീഡ് ഇട്ടാലും വളരത്തുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിന് സൊല്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് എന്താ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് 2 പ്ലാന്റ് പാർട്ട് വേണം, മറ്റേതുപോലെയല്ല. അപ്പം ഇത് നമ്മൾ ആദ്യം എടുക്കുന്നതാണ് റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്ക് എന്താ നോക്കാം. നമ്മുടെ നാട്ടിൽ വരുന്ന യൂഷ്വലി വരുന്ന മാവിൻ്റെ വേരോടെ ഉള്ള പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ റൂട്ട് സ്റ്റോക്കിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ. ഓക്കെ, ഇവിടെ സ്റ്റെമ്മൊക്കെ ഉണ്ട്, നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. ഇതൊരു ഗ്രോ ബാഗിൽ റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, ഇതാണ് റൂട്ട് സ്റ്റോക്ക്. ഇതൊരു ഗ്രോ ബാഗിൽ ഇരിക്കുവാണേ. ഓക്കെ, ഇവിടെ സ്റ്റെമ്മൊക്കെ ഉണ്ട്, നമ്മളത് നോക്കുന്നില്ല. റൂട്ടിൻ്റെ ഇത്രയും ഭാഗം മാത്രം നമുക്ക് നോക്കാം. ഇനി സയൺ എന്താണെന്നറിയാവോ? നമ്മൾക്ക് ഏത് വെറൈറ്റി ആണ് ഇതിലേക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് നീലമാങ്ങയല്ല വേണ്ടത്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ, അതിനാണ് കളർ കൂടുതൽ, നമുക്ക് അതാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റെം എടുത്തു. അതിൻ്റെ മരമുണ്ട്, ആ മരത്തിൽ നിന്ന് നമ്മൾ ഇത്ര ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ സ്റ്റെമ്മിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ നമ്മുടെ നാടൻ മാവിൻ്റെ ബാക്കി പാർട്ടെല്ലാം കട്ട് ചെയ്ത് കളയും. അത് വെട്ടി ആ ഫുള്ള് ഇലകളെല്ലാം മതി. ഈ ഒരു റൂട്ട് മാത്രം മതി. ഈ റൂട്ടിലേക്ക് നമ്മൾ ഈ സാധനം നേരെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യും, ഈ സ്റ്റെമ്മ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? മറ്റേ ചകിരിച്ചോറ്, ചാണകപ്പൊടി അതൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കെട്ടിവെക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? കുറച്ച് ടൈം കഴിയുമ്പോൾ പേര് വരുന്ന കാണാൻ പറ്റും. അപ്പം നമ്മളിത് അഴിച്ചു കളഞ്ഞാൽ മതി. അങ്ങനെ പയ്യെ 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 ഇവിടെ ഇങ്ങനെ ഇലകൾ വന്ന് ഓരോരോ ഇലകൾ വന്ന് മരവായി, വലിയ മരവായി നീലമാങ്ങ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഗ്രാഫ്റ്റിംഗിന് നമുക്ക് 2 പ്ലാന്റ് പാർട്ടാണ് വേണ്ടത്. ഒന്ന് സ്റ്റോക്ക്, 2 സയൺ. റൂട്ട് സ്റ്റോക്ക് നമ്മുടെ നാടൻ മാങ്ങയും, സയൺ നമുക്ക് ഏതാണോ എടുക്കേണ്ടത് ആ ഒരു മാവിൻ്റെ സ്റ്റെമ്മും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2ഉം കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് ടൈറ്റിൽ കെട്ടി വെക്കണം കേട്ടോ. ഏതൊക്കെ വെച്ച്? നമ്മുടെ മറ്റേ മിക്സ്, ചാണകപ്പൊടി, എല്ലുപൊടി, അതൊക്കെ വെച്ച് നമ്മൾ കെട്ടി വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഓരോരോ ഇലകൾ വന്ന് വലിയ മരമാവും. ഓക്കെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഈൽഡ് കിട്ടും. ഇതാണ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് ബഡ്ഡിങ് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ലെയറിങ് പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ആയി. ഇനി 3ാമത്തെ മെത്തേഡാണ് ബഡ്ഡിങ്. ഓക്കെ, ബഡ്ഡിങ് എന്താണെന്നറിയാവോ? ഗ്രാഫ്റ്റിംഗ് തന്നെ, പക്ഷെ നമ്മൾ എടുക്കുന്ന സ്റ്റെമ്മിൽ ഒരു ചെറിയ ബഡ്ഡും കൂടെ ഉണ്ടാവണം. അതാണ്, ശ്രദ്ധിച്ചോ, ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് നമുക്ക് 4 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, വേറെ വ്യത്യാസം, ഇതിൻ്റെ സയണായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ബ്രാഞ്ച് നമ്മൾ എടുക്കുന്നു. ആ ബ്രാഞ്ചിൽ എന്തുണ്ടാവണം?
ബഡ് ഉണ്ടാവണം. ബഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇല അല്ലെങ്കിൽ അടുത്ത പൂവ് വരാനുള്ള ഒരു ബഡ്, മുട്ട് ഇലകൾ വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, ഉള്ള ഒരു ബഡാവണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതിന്റെ സൈൻ എന്ന് പറയുന്നത്. ഇത് മറ്റേതുപോലെ തന്നെ എന്തുണ്ട്, റൂട്ട് സ്റ്റോക്ക് ഉണ്ട്. ആ റൂട്ട് സ്റ്റോക്കിലേക്കാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ് നോക്കാം. ഓക്കെ, chisel off the bud along with the bark from the branch of a superior quality jackfruit tree. This is the sign. ഇവിടെ നമ്മൾ പ്ലാവ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 പ്ലാവ് ഉണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ യൂഷ്വലി ഉണ്ടാവുന്ന പ്ലാവ്, പിന്നെ നമുക്ക് ഏത് വെറൈറ്റി ആണോ വേണ്ടത് ആ ഒരു പ്ലാവ്. പക്ഷെ ഒരു സംഭവം ഉണ്ട്, എന്താണെന്നറിയാവോ, ഇത് സെയിം സ്പെഷ്യീസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കണം. അതായത് നമ്മൾ പ്ലാവിൽ കൊണ്ടുവന്ന് മറ്റേ ജാമ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മാവിൽ കൊണ്ടുപോയി വേറെ ഓറഞ്ചും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സെയിം സ്പെഷ്യീസ് ആയിരിക്കണം, പക്ഷെ ഡിഫറെന്റ്. ഇപ്പൊ ചക്കയിൽ തന്നെ തേൻവരിക്ക, പിന്നെ കൂഴ, അങ്ങനെ കുറെ സാധനങ്ങളില്ലേ, പല പല വെറൈറ്റി ഉണ്ട്. അതിൽ നമുക്ക് ഏതാണോ ആവശ്യം, നമ്മുടെ വീട്ടിലുള്ള പ്ലാവിൽ, ഇപ്പം എൻ്റെ വീട്ടിലിപ്പം വേറൊരു പ്ലാവാണുള്ളത്, എനിക്ക് തേൻവരിക്ക വേണം. തേൻവരിക്ക വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലുള്ള പ്ലാവിൽ തേൻവരിക്കേൻ്റെ എന്ത് ചെയ്യണം, സൈൻ കൊണ്ടുവരണം. സൈനിൽ എന്തുണ്ടാവണം എന്നാ പറഞ്ഞേ, ലീഫിന്റെ സ്റ്റാർട്ടിങ് ബഡ് ഉണ്ടാവും. അതാണ് ബഡിങ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. ഇവിടെ രണ്ടാമത്തെ സ്റ്റേജ് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തെടുത്ത്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ചെയ്യണം, എന്താ കട്ട് ചെയ്യേണ്ടത്, ബഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൈൻ, നമുക്ക് ആവശ്യമുള്ള ഏതാണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു പ്ലാന്റിന്റെ സൈൻ. ഈ സൈൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ അത്രയും പാർട്ട് കളഞ്ഞിട്ട്, നമ്മുടെ വീട്ടിലുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ, ഓക്കെ ഇതാണ് എൻ്റെ വീട്ടിലുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ, ഇതിൻ്റെ ഇത്രയും പാർട്ട് ഞാൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. എന്നിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന സൈൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടെ എന്തുണ്ട്, ബഡ് ഉണ്ട് കേട്ടോ, നമ്മൾ എടുത്ത സൈനിൽ ബഡ് ഉണ്ട്. അതാണ് ബഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്ത സ്റ്റേജ് നോക്കാം. അറ്റാച്ച് ദ സൈൻ വിത്ത് എ പോളിത്തീൻ ടേപ്പ് ടു ദി ഏരിയ ഓഫ് ദ റൂട്ട്. ഓക്കെ, ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെയറിങ്ങിൽ ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സോയില്, ചാണകപ്പൊടി, ചകിരി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് പോളിത്തീൻ ബാഗിലാക്കി ഇതിനെ ഇങ്ങനെ കവർ ചെയ്യണം. ഓക്കെ, കവർ ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ട്, ഈ പുതിയതായിട്ട് വന്ന് നിൽക്കുന്ന ഈ ബഡ് ഉണ്ടല്ലോ, അതിനെ പുറത്ത് നിർത്തിയിട്ട് വേണം കവർ ചെയ്യാൻ. അത് വേണം ഗ്രോ ചെയ്ത് വലുതായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം കവർ ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത് വെച്ച സാധനം എന്ത് ചെയ്തു, കവറായിട്ട് സേഫായിട്ട് ഇരിക്കുക. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും, ദ ബഡ് സ്റ്റാർട്സ് ടു ഗ്രോ വെൽ. ഇത് ഈ ബഡ് എന്ത് ചെയ്യും, വലുതായി ലീഫ് വരും. അങ്ങനെ ഈ ഒരു നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ, ഈ ഒരു റൂട്ടിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ചക്ക കിട്ടും, തേൻവരിക്ക കിട്ടും. പക്ഷെ റൂട്ട് ഏതാണ്, നമ്മുടെ വീട്ടിലുള്ള ഏതാണോ അത് അതിൻ്റെ റൂട്ടിൽ. അപ്പോൾ അതേ റൂട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്ഡിങ്. അപ്പോൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്നറിയാവോ, ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, സൈൻ എടുത്തു, പക്ഷെ അതിൽ ബഡ് ഉണ്ടായിരുന്നോ, ഇല്ലായിരുന്നു. ഇതിൽ സൈൻ തന്നെ എടുത്തു, അതിൽ ബഡ് ഉണ്ടായിരുന്നു. അത് മാത്രമേ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ലെയറിംഗ് എന്ന് പറയുമ്പോൾ തൊലി കട്ട് ചെയ്ത് മാറ്റും. അത് ലെയറിങ്ങിന് ഒറ്റൊരു പ്ലാൻ പാർട്ട് മതി. ഓക്കെ, പക്ഷെ ബഡ്ഡിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനും 2 പ്ലാൻ പാർട്ട് വേണം. ലെയറിംഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം എടുക്കും, ബഡ്ഡിങ്ങിലും അതേപോലെ തന്നെ ബഡ്ഡുള്ള സൈൻ എടുക്കും. ഓക്കെ, അപ്പൊ ലെയറിങ്ങിൽ ഒറ്റ പ്ലാൻ പാർട്ട് മതി, ഗ്രാഫ്റ്റിങ്ങിലും ബഡ്ഡിങ്ങിലും 2 പ്ലാൻ പാർട്ട് വേണം. ബഡ്ഡിങ്ങിലാണെങ്കിൽ സൈനിൽ ഒരു ബഡും കൂടെ വേണം. ഇത്രയുള്ള വ്യത്യാസം. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്.